പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുതിച്ച്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമത്തിൽ നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ
കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നുണ്ടല്ലോ കർത്താവ് പറഞ്ഞല്ലേ എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയാമോ? കർത്താവ് 12:50 ലൂക്ക 12:50 പറയണത്. ഒന്ന് വായിച്ചേ. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്, എനിക്ക് സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നുവെന്ന്. അപ്പം അതായത് ഈശോ തീഷ്ണമായി ആഗ്രഹിക്കണം. അപ്പം എന്താ ഈ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവ് സ്വീകരിക്കാതിരുന്ന പീഡാസഹനങ്ങളെയാണ് ഇത് പറയണത്. സ്വീകാരുടെ ലേഖനം ഇല്ലേ, റോമ 6:3 എടുത്തേ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ഓരോ സഹനവും കർത്താവിൻ്റെ മരണത്തോടുള്ള നമ്മുടെ ഐക്യദാർഢ്യമാണ്. അത് ബൈബിള് മുന്നോട്ട് വെക്കുന്ന വല്ലാത്ത ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സ്വർഗീയ വെളിപാടാണത്. അതായത് ഇപ്പം ജ്ഞാനസ്നാനം തന്നെയാണെങ്കിൽ, ജ്ഞാനസ്നാനം കത്തോലിക്ക സഭയുടെ പഴയ ബേസിക് കാറ്റഗിസത്തിലെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ചത്, കുഞ്ഞായിരുന്ന പഠിച്ചതാണ്. ഇപ്പോഴത് മറന്നുപോയിട്ടൊന്നുമില്ല. അതായത് ജ്ഞാനസ്നാനം കർമ്മദോഷം ഉണ്ടെങ്കിൽ അതും ഉത്ഭവദോഷവും നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമായി തീർക്കാനുള്ള കൂദാശയാണെന്നാണ്. അപ്പം ജ്ഞാനസ്നാനം എന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുകയാണ്. പക്ഷേ പൂർണ്ണ തോതിലുള്ള മക്കളാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞാൽ അത് കൂദാശയോടെ കൂദാശയിൽ ജീവിക്കുന്ന ദൈവിക ജീവൻ, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ജീവൻ കൂദാശകളിലൂടെ പകർന്ന് കിട്ടുന്ന സഭയുടെ ആത്മീയ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കാണ് ഈ ബാപ്റ്റിസം, കൺഫർമേഷൻ, കമ്മ്യൂണിയനൊക്കെ ഉള്ളത്. പക്ഷേ അല്ലാത്തവർക്ക് എന്താ മാർഗം? ഇപ്പോൾ സഭയുടെ അകത്ത് നിൽക്കാൻ പറ്റണില്ല. പക്ഷേ അവർക്ക് ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിലുള്ള രക്ഷ നേടണം എന്നൊക്കെ അവർ തീവ്രമായി അപേക്ഷിച്ചാൽ ബൈബിൾ അവർക്ക് വേറെ ഒരു വിഭവമാണ് വിളമ്പണത്. അതെത്രയാണെന്നറിയാം. പക്ഷെ അതിനകത്ത് ഇതുപോലെ ഈ കമ്മ്യൂണിയനും ഒന്നും വരത്തില്ല. കമ്മ്യൂണിയൻ കൺഫർമേഷൻ പരിശുദ്ധാത്മാവിലുള്ള അപ്പോസ്തലിക് സ്ഥിരീകരണമാണത് കൺഫർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിയൻ കർത്താവിനെ പങ്കുവെച്ച് നമ്മൾ കമ്മ്യൂണിയനായിട്ട് ഈ ദിവ്യകുർബാന ഈശോനെ സ്വീകരിക്കണത്. അപ്പോൾ അതൊരു വഴിയാണ്. പക്ഷെ ആ വഴി ചില സമയത്ത് സാഹചര്യം കൊണ്ട് പറ്റാത്തവർക്ക് എന്ത് ചെയ്യും? അവർക്ക് വേറെ ഒരു വഴി ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ബൈബിള് ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അത് പൗലോസിലൂടെയാണ്. പുള്ളിയായിരുന്നു ഇങ്ങനെ വിജാതിയുടെ അപ്പോസ്തലൻ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. നമുക്ക് വിജാതിരുന്നൊക്കെ വിളിക്കാൻ പറ്റുമോ അറിയത്തില്ല. ബൈബിളിൻ്റെ ഒരു ടേമാണത്, തർജ്ജമ ചെയ്ത ടേം. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പുറജാതിക്കാരെന്നാണ് പൊതുവെ ചില ബൈബിൾ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിന് പാരമ്പര്യ വിശ്വാസത്തിന് പുറത്തുള്ളവർ, പാരമ്പര്യ വിശ്വാസത്തിന് പുറത്ത് ജനിച്ചു പോയവർ, അവർക്ക് എങ്ങനെയാണ് ക്രിസ്തുവിൽ എന്തുമാത്രം ആൾക്കാരാണത് അറിഞ്ഞിരിക്കുന്നത്? അവർക്ക് കർത്താവിൻ്റെ വചനം വേറൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതാണെന്നറിയാമോ? അത് എഫേസ്യൻസ് വായെടുത്ത് 1:13-14 രക്ഷയുടെ സദ്വാർത്തയായ അതെ കേട്ടോ, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. മുദ്രിതാണ്, കൺഫേംഡ് ആണെന്നാണ്. അതായത് യേശുവിൽ അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ, വിശ്വാസം കൂടെ തന്നെ അവനെടുക്കുന്ന ഒരു ആത്മസ്നാനത്തിൽ
ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രീകരണം. അത് നല്ല സൂപ്പർ ഒരു പുതിയ വാതിലാണ് പൗലോസ് ചെയ്യണത്. വായിച്ചത് അടുത്ത വായിച്ചേ. എഫേസ്യസ് 1:14. എഫേസ്യസ് 1:14. അവിടുത്തെ മഹത്വം അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്ന അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. നമ്മൾ സ്വാഭാവികമായ സഭാത്മകമായ സാക്ഷ്യ ജീവിതത്തിൻ്റെ പുറത്തും നിത്യരക്ഷയ്ക്ക് അഡ്വാൻസ് കൊടുത്ത് നമുക്ക് ദൈവമഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആഗ്രഹിച്ച് എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിക്കണം, മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം ക്രിസ്തുവിൻ്റെ ദൈവിക ജീവൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ കയ്യിലാണ് ഉള്ളത്. നിൻ്റെ സത്യസന്ധമായിട്ടാണ് ദൈവത്തിൻ്റെ മഹത്വത്തിന് നമ്മൾ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? മഹത്വത്തിൻ്റെ സാക്ഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹനമായിരിക്കും കിട്ടുന്നത്. അതൊരു സഹനത്തിന് ന്യായസ്ഥാനം പോലെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതെന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ മഹത്വത്തിനായി നമ്മൾ കാഴ്ചവെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മഹത്വത്തെക്കുറിച്ച് വായിച്ചു. ഒന്നിനു വായിച്ചു 14 എഫേസ്യസ് 1:14. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. അച്ഛൻ പറഞ്ഞ ഇതാണ്, ഏതെങ്കിലും തരത്തിലൊരു സഹനം വന്നാൽ ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുത്തി നമ്മുടെ സഹനത്തെ മാറ്റണം. അപ്പം നമ്മൾ അങ്ങനെ മാറ്റിയാൽ നമ്മൾ പരാതിപ്പെടത്തില്ല. നമ്മൾ ഉപയോഗിച്ചവർ ക്ഷമിക്കും. നമ്മൾ ക്രിസ്തീയ ക്ഷമയെന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അത് ജ്ഞാനസ്ഥാനത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. സഹനം തരുന്ന ആൾക്കാരെ അതിലൂടെയാണ് നമുക്ക് നിത്യരക്ഷ നേടിയെടുക്കാൻ കഴിയണത്. അതിമനോഹരമാണ്. അപ്പോൾ ഒന്നിനും വിഷമിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചാൽ ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുത്തിട്ട് പരമാവധി, ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും, പതുക്കെ ഞങ്ങളും ഇപ്പോൾ പരോപസം പറഞ്ഞില്ലേ, ഞങ്ങൾ പോലും വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല, എന്ന് നിങ്ങൾ വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പൗരസപ്പോസും പറയുന്നില്ലേ. അപ്പം അതൊരു പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ആത്മാർത്ഥത കണ്ടെത്തിയിട്ട് നമ്മളെ തക്ക സമയം സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് റീനാമപ്പോൾ. ഞാൻ കോട്ടയം ജില്ല കുറുപ്പന്തറ മണ്ണാറപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തുന്നതിന് ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട തിരുവൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ കോടാനുകൂടി അമ്മ മാതാവിന് തിരുക്കുമാരനോടും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ 2019 ഏപ്രിൽ 5 ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട്. ഞാനിത് 3ാമത്തെ സാക്ഷ്യമാണ് എൻ്റെ മാതാവിനെ അനുവദിച്ചെന്ന് പറയാനായിട്ട്. എനിക്ക് 15 വർഷമായിട്ട് ഒരു സ്ഥിരം ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി നിയോഗം വെച്ചു. ഞാൻ അംഗൻവാടി വർക്കറിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അച്ഛൻ്റെ ഇൻ്റർവ്യൂവിന് സമയത്ത് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിരുന്നു. പിന്നീട് ലിസ്റ്റിൽ ഞാനുണ്ട്. പക്ഷേ എനിക്ക് ലിസ്റ്റ് ഒരു കേസിലായിപ്പോയി. ഞാൻ അവർ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞ് 41 ദിവസത്തിനുള്ളിൽ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവിൻ്റെ വണക്കവാസത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ വണക്കവാസത്തിന് 30-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിച്ചു. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഇതെൻ്റെ മോളാണ്, അദീന മരിയ റോബി. മോള് 8 വർഷത്തോളം അവൾക്ക് പഠനത്തിൽ അവൾ തീരെ പുറകോട്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾ ഓരോ ക്ലാസ്സിലും മുമ്പോട്ട് 1-2 സ്ഥാനങ്ങളിലോട്ട് കയറി വരാനായിട്ട് മാതാവ് അനുവദിച്ചു.
10ാം ക്ലാസ്സിൽ അവൾക്ക് ഫുൾ A+ മാർക്ക് കിട്ടി. +2-നും ഫുൾ A+ മാർക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നമ്മുടെ ആഗ്രഹമല്ല, ഈശോയുടെയും മാതാവിൻ്റെ ആഗ്രഹം. റിസൾട്ട് വരുന്നതിന് ഞാനെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. റിസൾട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുൻപ് മാതാവ് എനിക്ക് കാണിച്ചു തന്നു, മോൾക്ക് ഫുൾ A+ മാർക്കില്ല, നല്ല മാർക്കുണ്ട് എങ്കിലും ഫുൾ A+ മാർക്കില്ല. റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ അവളോട് പറഞ്ഞു, അല്ലെ റിസൾട്ട് വന്നതിന് ശേഷം പറഞ്ഞാൽ കൊച്ചു വിശ്വസിക്കാമല്ലോ. അപ്പം മോളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് മാതാവ് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ ഫുൾ A+ ഇല്ലെങ്കിൽ നല്ല മാർക്കോടെ അവൾ പാസ്സായി. ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി മാതാവ് അനുവദിച്ചിരിക്കുന്നു. അടുത്തായി ഞാൻ 2021 തൊട്ട് 2021, 22, 23, 24, 25 വർഷത്തെ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിന് മാതാവ് എന്നെ അനുവദിച്ചു. ആദ്യത്തെ ജപമാല റാലിക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. രാവിലെ 5 മണിയാകുമ്പത്തേന് വീട്ടിൽ നിന്ന് പോയിരുന്നു, തന്നെ പോകുന്നത്. തിരിച്ചു വരുമ്പോഴത്തേന് രാവിലെ കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോൾ ഇരുട്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ ഞാൻ തിരിച്ചു വരുമെന്നൊരു ടെൻഷൻ ഉണ്ടായി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊരു കൂട്ട് വേണം തിരിച്ചു വരാൻ നേരത്ത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴേക്കും 2 ചേച്ചിമാരുടെ നിൽപ്പുണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കൃപാസനത്തിൽ ജപമാല റാലിക്ക് പോവുകയാണോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങളൊരു ബസ്സിൽ കയറിയതായിരുന്നു, പക്ഷേ ഞങ്ങൾ എന്തിനാണെന്ന് അറിയത്തില്ല, ഞങ്ങൾ തിരിച്ചിറങ്ങി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മാതാവ് എനിക്ക് വേണ്ടി നിങ്ങളെ കരുതിയിരിക്കുന്ന കൂട്ടാണ്. അങ്ങനെ എൻ്റെ മാതാവ് കൂടെ വന്ന് എന്നെ ജപമാല റാലിയിൽ, എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു ജപമാല റാലിയിൽ പങ്കെടുക്കണം, പക്ഷേ എനിക്ക് ആരും കൂട്ടില്ല. അപ്പോൾ മാതാവ് തന്നെ കൂടെ വന്ന് 2 പ്രാവശ്യം ഞാൻ അവരെ കാണാതെ പോയി, അവരെ തിരക്കിനിടയ്ക്ക് പിന്നെ അവരെ കണ്ടുമുട്ടി. അങ്ങനെ എൻ്റെ മാതാവ് തന്നെയാണ് എൻ്റെ കൂടെ വന്ന് എന്നെ ജപമാല റാലി ആദ്യ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു കഫത്തിൻ്റെ തണുപ്പൊക്കെ കാലമാകുമ്പോഴത്തേനും കഫത്തിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു, കഫത്തിന് ഒരു ചൊവ. അപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഉടമ്പടി നിയോഗം വെച്ചിട്ടില്ല, മാതാവിൻ്റെ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം തണുത്ത ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് എനിക്ക് അങ്ങനെ ചൊവ വരും. ഇപ്പം അത് 3 മാസമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടത് മാറി കിട്ടിയിരിക്കുന്നു. മാതാവ് അതെനിക്ക് ബോധ്യപ്പെടുത്തി തന്നു, എനിക്കത് സൗഖ്യമായി കിട്ടിയെന്ന്. അപ്പം അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചത് തന്നെ, എനിക്കിങ്ങനെ ഒരവസ്ഥ ഇപ്പോൾ ഇല്ലല്ലോ എന്ന്. പിന്നെ എനിക്ക് 8 മാസമായിട്ട് എൻ്റെ ഉരത്തിന് ഭയങ്കര വേദനയായിരുന്നു. എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ തന്നെ വിളക്കിലെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കത് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഞങ്ങളുടെ വീട്ടിലാണ് കുടുംബ പ്രാർത്ഥന ഉടമ്പടി എടുത്തതിന് ശേഷം മുടങ്ങാതെ ചെല്ലുവാൻ എൻ്റെ അമ്മ മാതാവ് ഈശോയും അനുവദിച്ചു. നേരത്തെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ കുറച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം, അങ്ങനെ ഒരു മനോഭാവമായിരുന്നു വീട്ടിലെല്ലാവർക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പിള്ളേരാണേലും എവിടെയെങ്കിലും വിശേഷവസ് എവിടെയെങ്കിലും പോകണം എങ്ങനെയാണേലും പിള്ളേർ ചോദിക്കും, ഹസ്ബൻഡാണ് എല്ലാവരും ചോദിക്കും, എപ്പോഴാണ് നമ്മൾ കുരിശ് വരച്ചിട്ട് പോകുന്നേ എന്നാണ് സമയം തിരക്കുക ഇങ്ങോട്ട്. അല്ലാതെ കുരിശ് വരയ്ക്കാതെ വേറെ ഫംഗ്ഷന് പോകുക എന്നുള്ളത് സാധ്യമല്ല എന്ന് അവർക്ക് ഉടമ്പടിയിലൂടെ അവർക്ക് ബോധ്യമായി. പിന്നെ ഞാൻ കുമ്പസാരിക്കാറുണ്ട്, വിശുദ്ധ കുർബാന മുടക്കാറില്ല. ഞായറാഴ്ചകളിൽ ഇപ്പം ജോലിക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും പോകാൻ സാധിക്കുന്നില്ല, അല്ലാത്തപ്പോൾ എല്ലാ ദിവസവും പോകുമായിരുന്നു. ഞാൻ പത്രം വിതരണം ചെയ്യുന്നത് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ബസ് സ്റ്റോപ്പിലും വഴിയെ നടന്ന് പോകുന്ന ആൾക്കാർക്കും. എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. അപ്പോൾ എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞാൻ പത്രം വിതരണം ചെയ്യുന്നത്. 1 രൂപ പോലും ഇല്ലാത്ത ഭവനം പണിയാൻ എന്ന സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 1 രൂപ പോലും സമ്പാദ്യമില്ലാതെയാണ് മാതാവ് ഭവനം പണിത് തന്നത്. ആദ്യമൊക്കെ പത്രം കൊടുക്കുമ്പോൾ ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾക്കുണ്ടോ? അപ്പോൾ അമ്മയോട് പറഞ്ഞു, മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ സ്വന്തം സാക്ഷ്യം പറഞ്ഞ് പത്രം കൊടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഭവനം തന്നത്. എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞാണ് ഞാൻ പത്രം വിതരണം ചെയ്യുന്നത്. പിന്നെ ഞാൻ പള്ളി വെച്ചും ഒരു ഓഫീസ് വെച്ചും ഹോസ്പിറ്റലിൽ വെച്ചും അമ്മ മാതാവിൻ്റെ പത്രം കെട്ടോടെ കിടക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അത് ഞാനെടുത്ത് കൊച്ചുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരു മാതാവിൻ്റെ പത്രം കണ്ടാൽ അത് അനേകർക്ക് ആവശ്യമുണ്ട്, ആവശ്യമുള്ള കരങ്ങളിൽ എത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈശോയെ ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ ഈശോയുടെ രക്തം പുരണ്ട കൈകളും ശരീരവും ഞാൻ കണ്ടു. ഈശോൻ്റെ നേരെ കൈ നീട്ടി ഞാൻ ഈശോയുടെ കയ്യിലേക്ക് എൻ്റെ രക്തമുണ്ട് ഈശോയുടെ കയ്യിൽ, അങ്ങോട്ട് എൻ്റെ കൈ ഞാൻ വെച്ചു. ഈശോയുടെ മനസ്സിൽ പറഞ്ഞറിയാ, നീ ആഗ്രഹങ്ങളും നിൻ്റെ ആവശ്യങ്ങളൊന്നുമല്ല ചോദിക്കേണ്ട, ഈശോയെ എൻ്റെ കടങ്ങളും പാവങ്ങളും പൊറുക്കണേ എന്ന് ഞാൻ പറഞ്ഞു. മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ഡെയിലി ബ്രെഡ് ഞാൻ സ്ഥിരം രാവിലെ കൂടുകയും
എൻ്റെ സ്റ്റാറ്റസ് ഇടുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെ ആവശ്യങ്ങൾ അവർ ഡെയിലി ബ്രെഡിലൂടെ അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കലങ്ങളിൽ ഏൽപ്പിക്കുവാൻ അവർ ഡെയിലി ബ്രെഡ് തന്നതിനെ ഓർത്ത് അമ്മ മാതാവിന് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. നമുക്ക് ആവശ്യമായ നിർദ്ദേശ മറുപടികളും നമ്മുടെ മനസ്സിലുള്ള ചോദ്യത്തിന് മറുപടിയാണ് അച്ഛൻ അവർ ഡെയിലി ബ്രെഡിലൂടെ പറയുന്നത്. നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അതാണ് ഡെയിലി ബ്രെഡിലൂടെ അവർ ഡെയിലി ബ്രെഡിലൂടെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു ഡെയിലി ബ്രെഡ് അവർ ഡെയിലി ബ്രെഡും ലൈറ്റ് ക്യാൻഡി പ്രയലെല്ലാം നമുക്ക് തന്നതിനെ ഓർത്ത് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടി വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ചെറിയ രീതിയിലൊക്കെ എല്ലാവരെയും സഹായിക്കുമായിരുന്നു എങ്കിലും ഒരു അനാഥാലയത്തിൽ പോകാനും അമ്മച്ചിമാരെ അമ്മച്ചിയൊക്കെ കുളിപ്പിക്കുവാനും ഭക്ഷണം വാരി കൊടുക്കുവാനും മറ്റുള്ള എല്ലാ വർത്താനം പറയാൻ അവർക്ക് വർത്താനം പറയാൻ കൊതിയാണ് വെച്ചാൽ ആരും ഇല്ല അവർക്ക്. അങ്ങനെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി വന്നതുകൊണ്ട് മാത്രം എല്ലാ അനാഥാലയങ്ങളിലുള്ള അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും ഒരു ഉടമ്പടി എടുത്തവരുടെ കൂട്ട് സാന്നിധ്യം എല്ലാം കിട്ടാൻ സാധിച്ചത് നമ്മുടെ ഈ ഉടമ്പടി വന്നതുകൊണ്ട് മാത്രമാണ്. ഉടമ്പടി ഞാൻ എടുത്തുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത്. അല്ല ഞാനങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് നമ്മൾ ആര് സഹായം ചോദിച്ചാൽ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ഭക്ഷണം കൊടുത്താൽ തന്നെ അതിനകത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ടാണ് കൊടുക്കാറുള്ളത്. സാധിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഉടമ്പടിയിൽ ജീവിതകാലം മൊത്തം ഞാനും എൻ്റെ കുടുംബവും നിലനിൽക്കും. എൻ്റെ മോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൾ ഉടമ്പടിയിലാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനും പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ട് തീരെ മോശമായിരുന്ന അവസ്ഥയിൽ എൻ്റെ അമ്മ മാതാവ് ഞാൻ അബാക്കസൊക്കെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഫീസൊക്കെ കിട്ടാനുണ്ടായിരുന്നത് ഞാൻ ചോദിക്കാതെ എനിക്ക് ആവശ്യമായ സമയത്ത് കിട്ടുകയും എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഉടമ്പടിയിലായിരിക്കും. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഇത്രയും അനുഗ്രഹം എനിക്ക് സാക്ഷ്യം പറയുമ്പോൾ സാധിക്കുന്നത് കോടാനുകൂടി നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം തിരുവചനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരലിവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. റീനമ്മ പോൾ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈശോയെ തൊട്ടനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ഉടമ്പടി ജീവിതം നയിക്കുവാൻ ഈ മകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ മകളുടെ നിയോഗങ്ങളെക്കാൾ കൂടുതൽ ഈശോയുടെ എല്ലാ പീഡാസഹനങ്ങളെയും നേരിട്ട് കാണുവാനും ദർശനങ്ങളിലൂടെ ഈശോയെ ആശ്വസിപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മഹാഭാഗ്യമായി മകൾ ഇന്ന് കരുതുകയാണ്. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സമയച്ചുരുക്കത്തിലാണ് ഈ മകൾക്ക് ഗവൺമെൻറ് ജോലി, ഒരു ടീച്ചറായി ജോലി കിട്ടിയത് എന്ന് ഈ മകൾ ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ മകളുടെ ഫുൾ A+ കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തി നിൻ്റെ മകൾക്ക് ഫുൾ A+ കിട്ടുകയില്ല, നല്ല മാർക്ക് കിട്ടുമെന്ന്. അതുപോലെ തന്നെ അവർ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. 5 തവണ ഈ മകൾ ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തു. ഇവിടെ വരുമ്പോൾ മകൾക്ക് പേടിയായിരുന്നു, തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന്. ആ ഒരു നെടുവീർപ്പ് പോലും നമ്മുടെ നെടുവീർപ്പുകളിൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീനമ്മയ്ക്ക് കൂട്ടായി വന്ന് പരിശുദ്ധ അമ്മ തന്നെ മകളോടുകൂടെ സഞ്ചരിക്കുകയും ജപമാല റാലികൾ കൃത്യമായി അവസാനിപ്പിക്കുവാനും പങ്കെടുക്കുവാനും സാധിച്ചു എന്നതിന് നന്ദി പറയുകയാണ്. ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഇവർ കാണുന്നത് ഇവർക്ക് വിശ്വാസം കൈമാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുടുംബത്തിൽ തന്നെ മക്കളുടെ ഒരു നിലപാടാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി നിൽക്കുന്നത്. എത്ര തന്നെ ഫംഗ്ഷൻ ഉണ്ടായാലും ആഘോഷങ്ങളുണ്ടായാലും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ലാതെ കുരിശു വരയ്ക്കാതെ നമുക്ക് മറ്റൊരു പരിപാടി ഇല്ല എന്ന് മക്കളുടെ തന്നെ നിലപാടിലേക്ക് എത്തണമെങ്കിൽ അവർ അത്രമാത്രം ജീവിതത്തിൽ ഉടമ്പടി ഒരു ജീവിതക്രമമായി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇന്ന് റീനമ്മ ഇവിടെ ഏറ്റു പറയുന്നത്. ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ സമാധാനവും ആനന്ദവും അതുതന്നെയാണ്. സമാനമായ പ്രതിസന്ധികൾ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് റീനമ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യോടെയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.